എന്തായാലും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇൻഫർമേഷനാണ് ഈ ഡിബേറ്റിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ഈ 3 പാനലിസ്റ്റുകളോടും പ്രത്യേകം നന്ദി പറയുന്നു. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ജിഹാദികളുടെ കയ്യിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, അല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് മനസ്സിലാക്കില്ല, ഉറപ്പായിട്ട് അതാണ്. VIP-കളെ ഹാൻഡിൽ ചെയ്യണ അവരാണ്, കാർഗോ ഹാൻഡിൽ ചെയ്യണ അവരാണ്, ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന അവരാണ്, അറൈവലിലെ ഹാൻഡിൽ ചെയ്യണ. ഇപ്പോ ഏതാളെയും പിന്നെ അവർക്ക് കയറ്റി വിടാം. കാരണം എമിഗ്രേഷനോ കസ്റ്റംസോ കടത്തി വിടുന്നെങ്കിൽ അവിടെ പോയിട്ട് മീറ്റ് ആൻഡ് അസിസ്റ്റ് എന്ന് പറയുമ്പോ VIP ഇത് കൊടുക്കുമ്പോ പ്രോട്ടോകോൾ കൊടുക്കുമ്പോ എയർലൈനിന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പണ്ടൊന്നും പ്രോട്ടോകോൾ കൊടുക്കുക. എന്തിനാപ്പോ VIP-ക്ക് പ്രോട്ടോകോൾ? ഞാൻ ഇപ്പോ ചോദിക്കൂ, ഇപ്പൊ ഈവൻ ഒരു മിനിസ്റ്റർ പോവുകയാണെങ്കിൽ ആളെ കൂടുതലുള്ള ആൾക്കാരെ ചെക്ക് ചെയ്യണം. അവനെ ചെക്ക് ചെയ്യാൻ വിടാതെ ഒരുത്തം വന്നിട്ട് ഓടി വന്ന് ഇപ്പൊ ഈ പ്രൈവറ്റ് എയർപോർട്ടിൽ കാണുന്ന ഒരു സ്വഭാവമാണ്. അത് പ്രൈവറ്റ് എയർപോർട്ടിന്റെ ഡയറക്ടറോ ചെയർമാനോ വരിക്ക് വന്ന് നിൽക്കും. ഈ എയർക്രാഫ്റ്റിന്റെ സെക്യൂരിറ്റി നമ്മളെ ഇരിക്കുമ്പോ ഇവനെ എമിഗ്രേഷനിലും വിടവില്ല. അവരെല്ലാരും കൂടി ഇങ്ങനെ കൂടി നിന്നിട്ട് ഈ പാസ്പോർട്ട് അവിടെ കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് വിടും. എന്ത് കാര്യത്തിന്? ആരായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ വഴിയെ പോവാം. മന്ത്രിമാര് പോവുകയാണെങ്കിൽ അവരെ യൂഷ്വൽ ചെക്കിങ് കഴിഞ്ഞേ പോവാൻ പാടുള്ളൂ. പക്ഷെ ഇതുപോലും ഇപ്പൊ ഇവിടെ അനുവദിക്കുന്നില്ല. പണ്ടേ അത് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ കൂടെ വരുന്ന ആൾക്കാർ ഇവരെന്തൊക്കെ കൊണ്ടായില്ലേ പോണമെന്ന് അറിയില്ല. നമ്മളിപ്പോ മോഹനൻ സാറ് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു സെക്യൂരിറ്റി, കാരണം ഞാൻ ഏവിയേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് ചെയ്ത, അപ്പൊ അതുകൊണ്ട് എന്റെ ബുദ്ധി ഇതൊക്കെ ഇങ്ങനെ പോവും ആരെ കണ്ടാലും. ആക്ച്വലി ഞാൻ പറയില്ല, ഏറ്റവും വലിയ സംശയം വന്നു നമ്മൾക്ക് ആരെ കണ്ടാലും സംശയമാണ്. അതന്നെ. അപ്പൊ അതുകൊണ്ട് എന്തായി നമ്മള് പിന്നെ രാജ്യത്തിന്റെ പിന്നെ എന്താ പറയാ മതേതരത്തെ തകർക്കുന്നവരായി ഞാനും അനിൽജി, നിങ്ങളൊക്കെ ഇപ്പൊ ഇനി പോവുക ലിസ്റ്റിൽ. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ വന്ന് ഇവര് പോകുമ്പോ ഇതൊന്നും ചെക്ക് ചെയ്യില്ല അവരെ കയ്യിലുള്ള. ഇപ്പൊ ഏറ്റവും പറഞ്ഞ വിജയ് മല്യന്റെ കമ്പനിയായിരുന്നു പിന്നെ കിങ്ഫിഷർ എയർലൈൻസ്. അയാൾ MP ആയിരുന്നു. അയാൾക്ക് എപ്പോഴും 100 സെക്യൂരിറ്റീനായിട്ടാ പോവാ. അപ്പൊ ഗൺമാൻ ഉണ്ടാവും കൂടെ. അപ്പൊ ഇയാൾ എയർലൈൻ തുടങ്ങാനുള്ള ഒരു ചെറിയ തമാശയാണ്. അപ്പൊ ഇയാൾ പോകുമ്പോ മദ്രാസ് എയർപോർട്ടിൽ നിന്ന് ഇയാളെ സെക്യൂരിറ്റി ഇങ്ങനെ കടത്തി വിട്ടില്ല. ഗൺസ് ഒക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ അതിൽ വിടണം, ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഡിലേ ആയി, കച്ചറ ഉണ്ടാക്കി അയാൾക്ക് പോവാൻ പറ്റിയില്ല. ആക്ച്വലി ആ കാരണം വെച്ചിട്ടാണ് അയാൾ എയർലൈൻ തുടങ്ങിയെന്ന് കളിയാക്കും. എയർലൈൻ തുടങ്ങിയിട്ടു നമ്മളെ സ്റ്റാഫ് അവന് സെക്യൂരിറ്റിന് അപ്പുറത്ത് നിർത്തിയിട്ട് നമ്മളത് ചെക്ക് ഇൻ ചെയ്ത് അവന്റെ അടുത്ത് എല്ലാ ഗണ്ണും ഇതൊക്കെ നമ്മളെ എയർപോർട്ടിൽ നമ്മളെ എയർലൈൻ ഒരു സെക്യൂരിറ്റി വിങ് ഉണ്ട്. അവരെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളായിരുന്നു ഇവരെ കയറ്റി വിടുള്ളൂ. അത് ലഗേജിൽ പോകും. ഇപ്പൊ ഒരു ഹാൻഡ് ബാഗേജ് വരെ നമ്മൾ ചെക്ക് ചെയ്യൂ. കാരണം ഈ ഓരോ ഇത് ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരല്ലേ, ഏതെങ്കിലും ചെറിയ പിസ്റ്റലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇതുപോലെ പഠിപ്പിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ട്രെയിനിങ്, ഈ വക സ്റ്റാഫിന് ഒരു ഫോൺ എടുത്ത് ഹലോ വാട്ട് ഡു യു നീഡ് അല്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പോലും ഇത് നമ്മൾ എടുത്തു പറയേണ്ട സാധനം. ഇന്ത്യൻ എയർപോർട്ടിൽ കസ്റ്റമർ സർവീസിനുള്ള ചത്തുപോയി. ഇന്ത്യൻ എയർപോർട്ടിൽ നമ്മളൊന്ന് ചിരിക്കുന്ന ഒരു സ്റ്റാഫ് പോലും ഇല്ല. നോക്കൂല. നമ്മളൊക്കെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വന്തം പേഴ്സണൽ മൊബൈലിൽ ഒരു ഫോൺ വന്നാലും കൂടെ ഞാൻ നമസ്കാരം എയർ ഇന്ത്യ എന്ന് പറയും. ആയിപ്പോയി, അത് ശീലിച്ചു പോയി. അല്ല അതൊന്നുമല്ല. പിന്നെ അത് അങ്ങനെ പഠിച്ചു. ഒരു പിന്നെ എയർക്രാഫ്റ്റില് പിന്നെ ഈ എന്താ പറയാ ഇവര് വന്നിട്ട് എയർപോർട്ടിൽ ഒരു സർവീസ് നമുക്ക് തരുന്നില്ല. ഇവർക്ക് വേണ്ട ഓടും. ഇവര് പിന്നെ ബോർഡിംഗ് കാർഡ് പിടിച്ചിട്ട് ഓടും. എങ്ങോട്ടാ? ഈ VIP-നെ ഹാൻഡിൽ ചെയ്യാൻ വരും. VIP-നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ലോഞ്ചിൽ വെച്ചിട്ട് ഇവര് ന്യൂസ് സംസാരിക്കൂ, ഇവരാരാന്നറിയാം, ഇവർക്ക് വേണ്ടേ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവരെടുക്കും. അങ്ങനെയാണ് ഈ സ്മഗ്ലിംഗ് ഒക്കെ എയർപോർട്ടുകളിൽ നടക്കുന്നത്. സ്മഗ്ലിംഗിന്റെ കാര്യം പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കേരളം 10 കോടി തുർക്കിക്ക് കൊടുത്തത് ഇന്റർനാഷണൽ ടാർമാക്കുന്ന ഡൊമസ്റ്റിക് ടാർമാക്കിലേക്ക് സ്വർണ്ണം കടത്തിയതിലാണോ? അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ക്യാഷ് ബോക്സുകള് ടാർമാക് ടു ടാർമാക് കൊടുക്കും. അതായത് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റില് ഇന്റർനാഷണൽ റൺവേയിൽ ഇറങ്ങിയ അതവിടെ ടാർമാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എല്ലാവർക്കും കോമൺ ആണ്. അവിടുന്ന് ഈ ക്യാഷ് ബോക്സ്, അത് അമേരിക്കൻ ഡോളർ ആവാം, സ്വർണ്ണം ആവാം, ആറ്റം ബോംബ് ആവാം. കറക്റ്റ്. ഇതൊക്കെ ഗോൾഡ് ഉണ്ട്. എല്ലാം കള്ളക്കടത്തല്ല.
ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കോടിക്കണക്കിന് ഉറുപ്പിന്റെ ഗോൾഡ് വാങ്ങുന്നുണ്ട് വിദേശത്തുനിന്ന്. അപ്പൊ അത് രജിസ്റ്റേർഡ് ഗോൾഡാ. അത് എടുക്കൂ, അത് ഗോൾഡ്, അത് ഗവൺമെന്റ് വാങ്ങുന്ന, അതും ഇവിടെ റൺവേയിൽ ഹാൻഡിൽ ചെയ്യണോ കൊടുക്കും. അപ്പൊ ആ കൂട്ടത്തില് ബാക്കി എന്തും ഇവർക്ക് ചെയ്യാം. അതായത് എന്ത് വേണമെങ്കിലും ഒരു ഫ്ലൈറ്റിൽ നിന്ന്, അതായത് ഇത് ഞങ്ങൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയും. ഇപ്പൊ ഞങ്ങൾ ഈ ഏവിയേഷൻ സെക്ടറിൽ ഞങ്ങൾ പറയാം ബേ എന്ന് പറയും. ബേ നമ്പർ 15, ബേ നമ്പർ 16. ബേ നമ്പർ 15 ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഉണ്ടാവും, ബേ നമ്പർ 16 ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ടാവും. ഈ ബേ നമ്പർ 15 ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്ക് ബേ നമ്പർ 16 നിന്ന് വന്ന എന്തെങ്കിലും ഇറക്കുമതി ചെയ്യാൻ പറ്റാത്തോ ബാൻഡ് ആയിട്ടുള്ളതോ സ്മഗിൾഡ് ഐറ്റമോ ഈ ബേ നമ്പർ 15 ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ 1 മിനിറ്റ് മതി. കാരണം ഈ 15ഉം 16ഉം ബേ തമ്മിലുള്ള വ്യത്യാസം കൂടി വന്ന 200 മീറ്റർ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഈ ബേ തീരുമാനിക്കുന്ന കാർഗോ ഹാൻഡ്ലേഴ്സ് ആണോ? അല്ല ബേ തീരുമാനിക്കുന്നത് ATC തീരുമാനിക്കും. പക്ഷെ പ്രശ്നം സാർ, നമ്മൾക്ക് ഏത് ബേ വേണം നമ്മൾ ചോദിച്ചു എടുക്കും സാർ, ചോദിച്ചു വാങ്ങാം. അതാണ് സ്വാധീനം അവിടെ. അതല്ലേ VIP മൂവ്മെന്റിന് സ്വാധീനം വരുന്നത്. എന്തിനാ VIP മൂവ്മെന്റ്? ആ മിനിസ്റ്ററാണ്, ആ മിനിസ്റ്റർക്ക് മാത്രം മേഡത്തിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ബേ നമ്പർ 15 നമുക്ക് ഏതെങ്കിലും ഒരു സംവിധാനം വേണമെങ്കിൽ ഇപ്പം ATCയിലേക്ക് നമ്മൾ പറഞ്ഞാൽ മതി, സാർ ബേ നമ്പർ 15 മേ ബി അലോട്ടഡ് ഫോർ ദിസ് ഫ്ലൈറ്റ്. അപ്പം ബേ നമ്പർ 16 ഓട്ടോമാറ്റിക്കലി വേറൊരു ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ഫ്ലൈറ്റും 200 മീറ്റർ സാർ. ഒരു ഫ്ലൈറ്റിന്റെ വിങ് സ്പാൻ മറ്റൊരു ഫ്ലൈറ്റിന്റെ മുട്ടാൻ പാടില്ല. അതാണ് ഈ 2 ബേ തമ്മിലുള്ള വ്യത്യാസം. ഈ ബേയിൽ 200 മീറ്റർ വ്യത്യാസമുള്ളിടത്തേക്ക് ഇവിടുന്ന് 4 പെട്ടിയെടുത്ത് അങ്ങോട്ട് കൊണ്ടിട്ടാൽ അവനും അറിയില്ല, ഇങ്ങോട്ട് പോയാൽ ആരും അറിയില്ല, കസ്റ്റംസും അറിയില്ല. കാരണം അവിടെ എയർഫീൽഡില് ക്യാമറ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇന്നില്ല. 2008 ഇപ്പൊ ഇവിടുന്ന് കൊച്ചിയിൽ കയറി പോയില്ലേ വലിയൊരു ടെററിസ്റ്റ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു സഹാവൂർ റാണ. അയാളെ ഇവിടുന്ന് ആരയാളെ മീറ്റിന് അസിസ്റ്റ് ചെയ്ത് ആരെങ്കിലും കണ്ടുപിടിച്ചോ? നമ്മുടെ നാട്ടിൽ നിയമല്ലേ? കൊച്ചി ഇന്ത്യയിലെ ഇന്ത്യൻ അത് ആ സ്റ്റേറ്റിന്റെ തീരുമാന. സിവിൽ ഏവിയേഷന് അതിന് ഉത്തരം പറയാൻ കഴിയോ? കഴിയില്ല. സിവിൽ ഏവിയേഷന്റെ കയ്യിലല്ല, പ്രോട്ടോകോളാണ്. അത് സ്റ്റേറ്റ് പ്രോട്ടോകോളാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത്. പ്രോട്ടോകോൾ കയ്യിലറിയോ? അതുപോലെ അമൃത്സറിൽ ഇപ്പോഴല്ല, എനിക്ക് 2005, 2006 സമയത്തൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അമൃത്സറിൽ നിന്ന് ഡൽഹിക്ക് വരാനായിട്ട് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അമൃത്സറിൽ വന്നിട്ട് അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഡൊമസ്റ്റിക്കേറ്റ്. അപ്പൊ ഈ കാർഗോ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല സാർ. ഈ സ്മഗ്ലിംഗ് ഐറ്റംസ് മൊത്തം അതേ ഫ്ലൈറ്റിൽ സാർ. ഇപ്പൊ ഞാൻ ഇപ്പൊ ദുബായിൽ നിന്ന് നമ്മുടെ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് മദ്രാസിലോട്ട് വരുന്നു. ആ മദ്രാസിൽ ആ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് രാവിലെ 5:30 മണിക്കാണ്. 6:30 മണിക്ക് ആ ഫ്ലൈറ്റ്, അതേ ഫ്ലൈറ്റ് ഡൽഹിക്ക് പോകും. അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യുന്നവർക്ക് അറിയാം, ഈ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അറിയാം, ഈ ഫ്ലൈറ്റ് A321 ദുബായിൽ നിന്ന് വന്നു, അതിന്റെ അടുത്ത ഷെഡ്യൂൾ ഇതാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ഹാൻഡിൽ ചെയ്യുന്ന നമ്മൾ ഒരു പാസഞ്ചർ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കൂല ഈ ഫ്ലൈറ്റ് ഏത് ഫ്ലൈറ്റ് ആണ്, എവിടുന്ന് വന്ന ഫ്ലൈറ്റ് ആണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കൂല. കാരണം അത് നമുക്കറിയാം, ഇതാണ് പ്ലാൻ. പക്ഷെ അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരും, ഈ കക്കൂസിന്റെ ഉള്ളിലോ സീറ്റിന്റെ അടിയിലോ ഒക്കെ കൊണ്ടുവന്നിട്ട് സ്വർണവും അതും ഇതൊക്കെ കയറ്റി വെക്കും. എന്നിട്ട് ഇല്ല സാർ, ഞാൻ പറയാം, ഇല്ല ഒരു മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവര് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇറങ്ങി, ഒന്നും സാധനം ഉണ്ടാവില്ല കയ്യില്, ഉടനെ ഇറങ്ങി വന്ന് ഇവിടെ ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഡൊമസ്റ്റിക് ഒരാൾ നിൽക്കുന്നുണ്ടാവും. അതേ സീറ്റ് ചോദിച്ചു വാങ്ങും, നേരെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കയറും, ഡൽഹി പോയി ഇറങ്ങി സാധാരണ ഡൊമസ്റ്റിക് പാസഞ്ചർ ആയിട്ട് അങ്ങ് പോകും. ഈ സാധനം മൊത്തം കള്ളക്കട്ടായി. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഹാൻഡ്ലിംഗ് ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അവർക്ക് മാത്രമേ അതിന്റെ സീക്രട്ട് അറിയൂ. ഇപ്പൊ സർക്കാർ ജീവനക്കാരായ ഞങ്ങളെ പോലുള്ള എയർ ഇന്ത്യയുടെ നല്ല ഈ രാജ്യത്തിന്റെ ഭാവിക്കും സുരക്ഷിതത്തിനും വേണ്ടി നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഒഴിവാക്കി ഈ തുർക്കി കമ്പനികളും ഈ തീവ്രവാദ കമ്പനികൾക്കും എന്തിനാ കൊടുക്കുന്നത്? ഇനിയെങ്കിലും ഇതൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി, സിവിൽ ഏവിയേഷൻ മന്ത്രിയും ഒക്കെ ഇടപെട്ടിട്ട് ഇതൊന്ന് നിർത്തണം. നമുക്ക് അതിനു വേണ്ടി ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല, രാജ്യസുരക്ഷയെ മാനിച്ച് ഓട്ടനെ 24 മണിക്കൂറിനുള്ളിൽ അവരെ നിർത്താൻ പറ്റുമെങ്കിൽ 24 മണിക്കൂറിൽ നിർത്തണം. കാരണം ഇപ്പൊ ഇത് ജനം TV-യിൽ ഇതൊരു ഫ്ലാഷായി, ഇതിലും പല തലപ്പത്തും പല മലയാളം അറിയുന്നവരും ഒക്കെ ഉണ്ടാവും, ഇവരൊക്കെ കാണും. ഇനി അവർ പ്രിക്കോഷൻ എടുക്കാൻ തുടങ്ങും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ സലബീന്റെ കൺട്രി ഹെഡ് ചെയ്യണ ഒരു മലയാളിയാണ്. അവരങ്ങനൊക്കെ ചെയ്യും. അല്ല, അയാളെ പറ്റി എനിക്കറിയില്ല, പക്ഷെ അവരങ്ങനൊക്കെ ചെയ്യും. അല്ല, വേറെ എവിടുത്തുകാരനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കൊച്ചിൻ ആ സൈഡ് എവിടെയോ ആണല്ലേ? ഓ ശരി.
അവരുടെ സൈറ്റിലുണ്ട്. ഓക്കെ വളരെ ഈസി സൈറ്റിലാണ് അല്ലേ പേര്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൾക്കാരെ ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ എത്രയോ കേസുകൾ കാശ് മേടിച്ചിട്ട് ആൾക്കാർ ഈ 200 രൂപ 2000 രൂപയ്ക്ക് ഇൻഫർമേഷൻ ലീക്ക് ഔട്ട് ചെയ്ത കേസ് നമ്മേരെ സാറെ ഓർമ്മയുണ്ടോ? പിന്നെ 2 മാസം മുന്നേ പിന്നെ വേറൊരു കാര്യമുണ്ട് സർ, ഈ എയർലൈൻ ജോബിനെ അത് ഈ TV കണ്ടിരിക്കുന്ന എല്ലാരും അതൊന്ന് കേൾക്കണം. ഈ എയർലൈൻ ജോബിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള ജോലിയാണ്, ഗ്ലാമർ ഉള്ളതുകൊണ്ട് ഇവിടെ പണിയെടുക്കണം. അപ്പൊ എല്ലാരും ജോലിക്ക് ഓടി പോവാ. നിങ്ങളിപ്പോ നിങ്ങളെ ഓഫീസിൽ 50,000 സാലറിക്ക് ഒരാളെ വെക്കാൻ പറഞ്ഞേ, ഇപ്പുറത്തെ സെലബിയില് 10,000-14,000 റുപ്യാണ് മാക്സിമം സാലറി ഈ കുട്ടികളൊക്കെ. ആ 14,000 റുപ്യൊക്കെ അവിടെ ഓടിപ്പോവും. ഈ 14,000 കൊണ്ട് അവന് ബസ്സിന് പൈസ ഉണ്ടാവില്ല, അവിടെ കിട്ടുള്ളൂ. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ടാ അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി, ഒരു സാലറി ബേസ് കൊടുക്കുന്നത്. ഇപ്പൊ ഫോറിൻ എയർലൈൻസിന് 10% ഓഫ് ഇത് കൊടുത്തിട്ടാണ് എയർ ഇന്ത്യനെ പൊട്ടിച്ചത്. സ്വന്തം നാട്ടിലുള്ള കമ്പനീനെ പൊട്ടിച്ചിട്ടാണ് ഫോറിൻ കാരിയർ കോൺട്രാക്ട് വാങ്ങണത്. ആ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോ ഇവര് ഇത് കൊടുത്തു കഴിഞ്ഞ് ഇവരെ ഇല്ലാണ്ടാക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് ഇവിടെ 2006 തൊട്ട് തുടങ്ങി. അല്ല, ഈ കോൺട്രാക്ട് എത്ര വർഷത്തേക്കായിരിക്കും? എല്ലാ വർഷവും റിന്യൂ ചെയ്യണോ? ഇല്ല 3 years 5 years ഇല്ല, 3 and 5 3-5 ഉണ്ട്. ഇപ്പൊ 5 years കൊടുക്കുന്നത്. 5 years കൊടുക്കുക. കാരണം ഒന്നുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും സെലബി ഇല്ലാതെ ഇത് മുമ്പോട്ട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ അല്ലേ? സാർ നമ്മുടെ ഒരു വിരല് മതി സാർ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു വിരല് മതി സാർ ഇതൊക്കെ ചെയ്യാൻ. ഇതിന് സെലബിയുടെ ആവശ്യമൊന്നുമില്ല. അല്ല, അത് നമ്പേര് സാറേ, അതിന് വളരെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പം റിലയൻസ് ആദ്യം ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താ ചെയ്ത്, BSNL ഉണ്ടായിരുന്ന വലിയ വലിയ എംപ്ലോയീസിനെ മുഴുവൻ അവരങ്ങ് എടുത്തു. അന്ന് പറഞ്ഞതുപോലെ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഇതുപോലെ റിട്ടയർ ആയിട്ടിരിക്കുന്ന എയർ ഇന്ത്യ റിട്ടയർ സർവീസ് ഉള്ള എത്രയോ സ്റ്റാഫ് പുറത്തേക്കുണ്ട്. അവരെയൊക്കെ തിരിച്ചു വിളിക്കട്ടെ. യുദ്ധകാലാടിസ്ഥാനത്തില് എക്സാക്ട്ലി 10-15 നമ്മൾക്ക് എല്ലാ എയർപോർട്ടിലും നമ്മൾക്ക് എക്യുപ്മെന്റ് ഉണ്ട്. നമ്മളുടെ ആൾക്കാർ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ ആൾക്കാരെ വെറുതെ ഇരുത്തുകയാണ്. ഇപ്പോഴെങ്കിലും നമ്മളുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് കണ്ണു തുറന്ന് ഇത് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് എയർപോർട്ടിലെ എയർ ഇന്ത്യന്റെ സ്റ്റാഫിനെ ട്രാൻസ്ഫർ ചെയ്യാം വേറെ സ്റ്റേഷനിലേക്ക്. അപ്പൊ അവിടെ എന്തായി, സെലിബ്രിറ്റി സ്ട്രോങ് ആയി. ആ പോസ്റ്റിൽ വേറെ ആളില്ല അവിടെ. AIATSന്റെ സ്റ്റാഫിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഏത് മാനേജറാണോ ഏത് ആളാണോ അതിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അവരൊക്കെ ഇതിൽ ഇൻവോൾവ്. ടാറ്റ ഏറ്റെടുത്തപ്പോ എയർ ഇന്ത്യ ജീവനക്കാരെ മുഴുവൻ അവർ അബ്സോർബ് ചെയ്തിരുന്നോ? ഇല്ല, എല്ലാരെയും വോളണ്ടറി റിട്ടയർമെന്റിൽ പകുതി ആൾക്കാരും 48-49 ഇയേഴ്സ് ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അല്ലല്ല സാർ, ഞാൻ പറയാതെ എങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാല്, കുറച്ച് ഇൻഡിഗോ, കുറച്ച് പഴയ ജെറ്റ് എയർവേസിന്റെ ഒക്കെ ആൾക്കാരെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ആൾക്കാരെ കൂടെ വെച്ച് അവര് പണി പഠിക്കുമ്പോ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് വെളിയാക്കി. ഇപ്പം ഏകദേശം 98% എംപ്ലോയീസും ടാറ്റയുടെ എംപ്ലോയീസ് ആണ്. അത് പഴയ എയർ ഇന്ത്യക്കാരൊക്കെ അതിൽ പോയി. എയർ ഇന്ത്യ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരണം. ഗവൺമെന്റിന്റെ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. അല്ല, നമ്മുടെ പണം എന്തിനാ ഒരു ടർക്കിഷ് കമ്പനിക്ക് കൊടുക്കുന്നത്? അവരെന്തിനാ ഇതൊക്കെ തിന്ന് കൊടുക്കുന്നത് അല്ലേ? അതെ തിന്ന് കൊടുക്കുക മാത്രമല്ല, ഈ സാർ നമ്മളുടെ കാശ്, നമ്മളുടെ യാത്രക്കാരുടെ കാശ്, രാജ്യസുരക്ഷ, ഇതെല്ലാം അതാണ് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ രാജ്യസുരക്ഷ. ആ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു സ്ഥാപനം, ഒരു കമ്പനി നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഒരു തുർക്കി കമ്പനിക്ക് കൊടുത്ത് തുർക്കി കമ്പനിക്കാർ അത് പാകിസ്ഥാന് കൊടുത്ത് പാകിസ്ഥാന്റെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സിന്ദൂരം മായ്ക്കാൻ നമ്മളുടെ ഈ തുർക്കി കമ്പനിക്ക് ഇനിയെങ്കിലും അവസരം കൊടുക്കാൻ പാടില്ല എന്ന് എന്റെ വിനീതമായ ഒരു അഭിപ്രായം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ പൈസയൊക്കെ വരുന്നത് കോൺഗ്രസിലേക്കാ. എല്ലാ പൈസയും വരുന്നത് കോൺഗ്രസിലാ. ബ്രിട്ടീഷുകാർ ഇന്ന് അടയ്ക്കണ പാട്ടം പോലും വരുന്നത് കോൺഗ്രസിനാ. എനിക്ക് തോന്നുന്നു ഇത് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ ഞാൻ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ ഈ വിഷയത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു. അല്ല, ഒരിക്കലും വരും. നാളെ മുതൽ എന്നെ പറ്റി എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ
അല്ല അത് കുഴപ്പമില്ല സാർ, അത് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ നമ്മള് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ഒന്നര മണിക്കൂർ നമ്മള് ഘോരം നമ്മള് ശബ്ദിച്ചത് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ അല്ലേ. നമ്മളൊക്കെ രാജ്യസ്നേഹികളാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ട്. ഒരുപക്ഷെ അത് ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. എന്തൊക്കെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ്, അതും ഡൂബിയസ് ആയിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസിൽ ഇവർ ഏർപ്പെടുന്നുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് അറിയില്ലായിരിക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ചില ഉദ്യോഗസ്ഥർ തന്നെ, സർക്കാർ ശരിയാണ്, സർക്കാർ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെയാണ്. പക്ഷേ ഈ കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു കഴിഞ്ഞാലും ആര് ഭരിച്ചു കഴിഞ്ഞാലും ഈ ബ്യൂറോക്രസി ഉണ്ടല്ലോ, ബ്യൂറോക്രസിക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടാവും. അവർ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ അത് മന്ത്രാലയത്തെ അറിയിക്കണ്ടേ അല്ലേ? അവിടെയും വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ടാവും.